നമസ്കാരം. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിവാദങ്ങളിൽ കുടുങ്ങുന്നത് ഇതാദ്യമായിട്ടല്ല. മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗണേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. 2013 ഇരുവരും വിവാഹമോചിതരാകുന്നത്. ഇതിനുശേഷമാണ് ബിന്ദു മേനോനെ ഗണേഷ് കുമാർ വിവാഹം കഴിക്കുന്നത്. അന്ന് യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വിവാദമാകുകയും ഏറെ ചർച്ചയാകുകയും ചെയ്തിരുന്നു. 16 വർഷത്തോളം തന്നെ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഗണേഷിന് വിവാഹേതര ബന്ധമുണ്ടെന്നും അന്ന് യാമിനി തങ്കച്ചി ആരോപിച്ചിരുന്നു. അന്ന് യാമിനി തങ്കച്ചി തന്നെ നേരിട്ട് പത്രസമ്മേളനവുമായി രംഗത്തിറങ്ങിയിരുന്നു. ഗണേഷ് തന്നെ മർദ്ദിച്ചു എന്നതായിരുന്നു പത്രസമ്മേളനത്തിലെ ആരോപണം. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ യാമിനി പൊട്ടിക്കരഞ്ഞതും ഏറെ വാർത്തയായിരുന്നു. മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ട് പോലും ഒരു ഗുണവും ഉണ്ടായില്ലെന്നും യാമിനി അന്ന് ആരോപിച്ചിരുന്നു. സിനിമാ അഭിനയത്തിന്റെ കാലത്താണ് ഗണേഷ് കുമാർ യാമിനി തങ്കച്ചിയെ വിവാഹം കഴിക്കുന്നത്. 1994 മെയ് 20 ഗണേഷ് യാമിനി തങ്കച്ചി വിവാഹം. ആദ്യ നാളുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പതിയെ പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നുവെന്ന് യാമിനി തങ്കച്ചി തന്നെ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പേ ഗണേഷ് കുമാറിന്റെ പേരിൽ പല അപവാദ കഥകളും പ്രചരിച്ചിരുന്നു. 2001 മെയ് മാസത്തിൽ പത്തനാപുരത്ത് നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗണേഷ് കുമാർ A.K. ആന്റണി മന്ത്രിസഭയിലെ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച മന്ത്രിയായിരുന്നു. രാഷ്ട്രീയത്തിൽ നവാഗതനായിരുന്നുവെങ്കിലും തകർന്നടിഞ്ഞു കിടന്ന KSRTC വളരെ മികച്ച ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു. എന്നിരുന്നാലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ ഗണേഷ് കുമാറിന്റെ കരിയറിനെ ബാധിക്കുന്നത് തുടർന്നു. 2013 ഫെബ്രുവരി 21 മംഗളം ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയിൽ നിന്നായിരുന്നു അന്നത്തെ വിവാദങ്ങളുടെ തുടക്കം. ഒരു മന്ത്രിയെ കാമുകിയുടെ ഭർത്താവ് വീട്ടിൽ കയറി തല്ലി എന്നായിരുന്നു വാർത്ത. എന്നാൽ ഈ വാർത്തയിൽ ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. പിന്നീട് PC ജോർജിന്റെ വെളിപ്പെടുത്തൽ വിഷയം ആളിക്കത്തിച്ചു. കാമുകിയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് ഗണേഷ് കുമാറിനാണെന്ന് PC ജോർജ് പരസ്യമായി പ്രസ്താവിച്ചു. ഗണേഷിന്റെ കുടുംബ പ്രശ്നങ്ങൾ മുഴുവൻ തനിക്കറിയാമെന്നും PC വെളിപ്പെടുത്തി. താൻ ഭാര്യയെ മർദ്ദിക്കായിരുന്നില്ല, ഭാര്യ തന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് ഗണേഷ് കുമാറും പിന്നീട് അന്ന് രംഗത്ത് വന്നിരുന്നു. മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു. ഈ ചിത്രങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ പല ഘട്ടത്തിലും ഗണേഷിനെതിരെ ഉപയോഗിക്കുകയും ചെയ്തു. വിവാദത്തിനൊടുവിൽ 2013 ഏപ്രിൽ 1 ഗണേഷ് രാജിവെക്കുകയും ചെയ്തിരുന്നു. ഗാർഹിക പീഡനം ആരോപിച്ചാണ് യാമിനി തങ്കച്ചി വിവാഹമോചന ഹർജി സമർപ്പിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുൻപാകെ യാമിനി തങ്കച്ചി രേഖാമൂലം പരാതി നൽകി. സ്ഥിരം ജീവനാംശമായി തിരുവനന്തപുരം വഴുതക്കാടുള്ള വീടും 2.25 കോടി രൂപയുമാണ് ഗണേഷ് കുമാർ യാമിനിക്കും മക്കൾക്കും അന്ന് നൽകിയത്. പിന്നീട് ഗണേഷ് കുമാറിൽ നിന്ന് വിവാഹമോചനം നേടിയതിനു ശേഷം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തനിക്ക് അനുഭവിക്കാൻ സാധിച്ചുവെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം 2014 ജനുവരിയിൽ കൊട്ടാരക്കരയിലെ തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു ഗണേഷിന്റെ രണ്ടാം വിവാഹം. 12 വർഷങ്ങൾക്ക് ശേഷം അതും ആദ്യ ഭാര്യ ഉന്നയിച്ച സമാനമായ ആരോപണത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതരമായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ഈ വിഷയം ആളിക്കത്തുകയാണ്. കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ മന്ത്രി അസ്വാഭാവിക സാഹചര്യത്തിൽ കണ്ടെന്നും ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നും തന്റെ ഫോൺ തട്ടിയെടുക്കാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ശ്രമിച്ചെന്നുമാണ് ബിന്ദു മേനോന്റെ പ്രധാന ആരോപണങ്ങൾ. മന്ത്രിയെ കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയതായും ബിന്ദു വെളിപ്പെടുത്തിയിരുന്നു. താൻ പകർത്തിയ ദൃശ്യങ്ങളടങ്ങിയ ഫോൺ തട്ടിയെടുക്കാൻ മന്ത്രിയുടെ സ്റ്റാഫ് ശ്രമിച്ചതുമായാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ. ബന്ധുവായ R. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം 112 വിളിച്ച് സഹായം തേടിയെങ്കിലും സ്ഥലത്തെത്തിയ പോലീസ് മന്ത്രിയുടെ സ്വാധീനത്തിന് വഴങ്ങി ഇടപെടാതെ മടങ്ങിയെന്ന് ബിന്ദു പരാതിപ്പെട്ടു. പോലീസ് വന്നപ്പോൾ മന്ത്രി ഉള്ളിലേക്ക് ഓടിയെന്നും ബിന്ദു ആരോപിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ വിവരങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു.